അതിൽ കുഞ്ഞടക്കളത്തോട്ടം കണ്ടാലോ? അധികമൊന്നുമില്ല കേട്ടോ. ഒത്തിരി പച്ചമുളകും പിന്നെ വഴുതനങ്ങയും ഇഞ്ചിയും തക്കാളി ഞാനിപ്പോൾ പാവിയതാട്ടാ. പിന്നെ വഴുതനങ്ങ ശരിക്ക് പിടിച്ച് വരണുള്ള പച്ചമുളകും അത്യാവശ്യം പച്ചമുളക് ഉണ്ട് കേട്ടോ. അപ്പം ഞാനതൊക്കെ പറിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇത് ഇന്നലെ പറിച്ചതാണ്. അപ്പോൾ പറിക്കണ സമയമായി. ഇപ്പം എന്തായാലും വീഡിയോ എടുത്താൽ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചു. വീഡിയോ ശരിയായിട്ടൊന്നുമില്ല, ഞാൻ ഒറ്റയ്ക്കല്ല എടുക്കണത്. പിന്നെ എൻ്റെ ട്രൈപോഡ് കൊള്ളില്ലാന്നേ. അപ്പം ഞാൻ വേഗം പച്ചമുളക് പറിച്ചപ്പോൾ എൻ്റെ കൂടെ പാപ്പിയും വരുന്നുണ്ട്. പാപ്പിയുടെ കയ്യിൽ പിടിക്കാനൊക്കെ കൊടുത്തു. അതിൽ നിന്ന് അത്യാവശ്യം പച്ചമുളക് കിട്ടിയിട്ടാ. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിൽ വേഗം അടിച്ചു വാരി അപ്പുറത്തെ പറമ്പിൽ നിറച്ച് ഇങ്ങനെ പ്ലാവ് നിൽക്കണം. കാരണം അതിൻ്റെ ഇലയാണ് കൂടുതൽ. രാവിലെ അടിച്ചാലും വൈകുന്നേരം ആകുമ്പോൾ ഒന്നും കൂടി അടിക്കണം. പിന്നെ ഇപ്പം നിങ്ങൾ വിചാരിക്കുക അടിച്ചു വാരി അപ്പുറത്ത് വീട്ടിൽ കിട്ടുന്നു അല്ല കേട്ടോ. അവിടെ ഒരു ചാലാണ്. ആ ചാല് നമ്മുടെ വീടിൻ്റെ അപ്പുറത്തെ സൈഡിൽ കണ്ടത്തിലേക്ക് പോണതാണ്. അപ്പോൾ ആ ചാലിലേക്കാണ് ഞാൻ ചവറൊക്കെ, എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യാറ്, ചവറൊക്കെ അതിൽ കിട്ടും. ഇതാണെങ്കിൽ എൻ്റെ അടുത്ത വെറൈറ്റി കണ്ടില്ലേ, ക്ലോസറ്റിലാണ് ഞാൻ ചൂനിമുളകൊക്കെ നട്ടക്കണത്. ഇതുവരെ ആരും ചെയ്തിട്ടുണ്ടാവില്ലല്ലോ ഇങ്ങനെ. ഞാനായിരിക്കും ഇത് ഫസ്റ്റായിട്ട് ചെയ്യുന്നുണ്ടാവുക കേട്ടോ. ഇതൊന്നുമില്ലാന്നേ, വീട് പണിയുടെ സമയത്ത് ക്ലോസറ്റ് വെച്ച് കഴിഞ്ഞപ്പോഴേ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇങ്ങനെ നമ്മൾ വെച്ച് കഴിഞ്ഞിട്ട് നോക്കുമല്ലോ, അപ്പോൾ അതിന് ലീക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവർ മാറ്റി തന്നു. പക്ഷെ അവരത് കൊണ്ടുപോയില്ല. അപ്പം ഇത് നമുക്ക് കൊണ്ട് കളയാനും സ്ഥലമില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞതിൽ മണ്ണൊക്കെ നിറച്ചിട്ട് നമുക്ക് എന്തെങ്കിലും നടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ നട്ടതാട്ടാ. മണ്ണിൽ നടുമ്പോൾ ശരിക്കും അങ്ങോട്ട് പിടിക്കണില്ല, പാറപ്പൊടി ചേർന്ന മണ്ണാണ്. അപ്പം അതിലങ്ങനെ പിടിക്കണില്ല. അപ്പം ഇതിൽ വെക്കുമ്പോൾ നന്നായിട്ട് പിടിക്കുന്നുണ്ട്. അപ്പം അത്യാവശ്യത്തിന് ചൂന്യമുളകും പച്ചമുളകും കിട്ടി. ഇനി കുറച്ചും കൂടി ഉണ്ട്, അത് മൂക്കണമല്ലോ. പിന്നെ വീഡിയോ ഒക്കെ കാണാനേ വലിയ എയിം ഉണ്ടാവില്ല, കാരണം എൻ്റെ ട്രൈപോഡ് ചതിച്ചു. ഞാൻ ഇങ്ങനെ വെച്ചിട്ട് പോയി എടുക്കും, പക്ഷെ തിരിച്ച് വന്ന് നോക്കുമ്പോഴത്തേനും അത് ആകെ അനങ്ങി ഉണ്ടാവും. കണ്ടേ, ഈ ജഗ്ഗാണ് കേട്ടോ എൻ്റെ ട്രൈപോഡ്. ആ പിടിമ വെച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ എടുക്കണത്. ഇതേ വേപ്പുണ്ട്, പിന്നെ ആ സൈഡിൽ കാണുന്നുണ്ട്, അതാണ് മക്കടാവ. അതെന്തോ ഈ ഷുഗറിനൊക്കെ നല്ലതാന്ന് പറഞ്ഞിട്ട് അനിയും കൊണ്ടു കൊടുത്തതാ. പിന്നെ ഒരു തുളസിയുടെ തൈയുണ്ട് കേട്ടോ. ഇത്രയാണ് എൻ്റെ കൃഷി. പിന്നെ ഞാൻ വേഗം അതൊക്കെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചു. അപ്പോൾ എൻ്റെ വെറൈറ്റി കൃഷി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ.